അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന നിലയ്ക്ക് ഈ കാൽഷ്യമോ അല്ലെങ്കിൽ ഇരുമ്പോ നമ്മുടെ ശരീരത്തിന് കിട്ടിയെന്ന് വരില്ല, ഫൈറ്റിക് ആസിഡിന്റെ സാന്നിധ്യം ഉള്ളതിനാൽ. അപ്പോൾ ദാറ്റ് ഈസ് പോയിന്റ് നമ്പർ 1. വേറൊന്ന് സിങ്ക്. സിങ്ക് ഒരു മൈക്രോ എലിമെന്റ് ആണ്, നമ്മുടെ ശരീരത്തിന് വളരെ ചെറിയ അളവിൽ ആവശ്യമായി വരുന്ന. പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനത്തിൽ മത്സ്യം ഒരുപാട് കഴിക്കുന്ന ആൾക്കാരായതുകൊണ്ട് സിങ്ക് നമുക്ക് അതിലൂടെ കിട്ടാറുണ്ട് പലപ്പോഴും. എന്നാൽ അതിൻ്റെ കൂടെ മില്ലറ്റ്സ് കഴിക്കുമ്പോൾ ഈ ഫൈറ്റിക് ആസിഡ് സിങ്കിന്റെ ആഗിരണത്തെയും സിങ്കിന്റെ ഉപഭോഗത്തിനെയും സാരമായിട്ട് തന്നെ ബാധിക്കുന്നുണ്ട്. അതും തിരിച്ചറിയേണ്ട ഒരു വസ്തുതയാണ്. ഇനിയിപ്പോൾ നമുക്ക് എങ്ങനെ ഈ ഫൈറ്റിക് ആസിഡിന്റെ അളവ് ഒരു പ്രായോഗിക തലത്തിൽ നമുക്ക് എങ്ങനെ നിയന്ത്രിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും. ഇവിടെ ഈ സിട്രസ് ഫ്രൂട്ട്സ് ഉണ്ടല്ലോ, ആസ്കോർബിക് ആസിഡിന്റെ അളവുള്ള